ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ ചെറിയ സ്പേസിൽ നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് നടാൻ പറ്റും. നമ്മൾ കുറച്ച് സമയമൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ അതിനു വേണ്ടി കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഫലഭൂഷ്ടമായ ഫലങ്ങൾ തരും. അപ്പം നമ്മുടെ ഒരു ഞങ്ങളുടെ ഇവിടെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഇതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത്രയും സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ ഞാനൊരു തെങ്ങുണ്ട്, ഒരു പേരയുണ്ട്, ഒരു ചെറിയുണ്ട്, അതുപോലെ ഒരു മാവുണ്ട്. ഇപ്പം മാവിലും ചെറിയും ഒക്കെ ആയി. മാവ് അതുപോലെ തന്നെ പേരയ്ക്ക ഒക്കെ ആവുന്ന സമയമാണല്ലോ. അപ്പോൾ കിളികളൊക്കെ വന്ന് രാവിലെ വന്നത് കുറേയൊക്കെ പോകും, പക്ഷെ കുറേയൊക്കെ നമുക്ക് കിട്ടും. നമ്മളിനി കവറിട്ട് നിർത്തണം. അപ്പോൾ അതുപോലെ തന്നെ കറ്റാർ വാഴ നമുക്ക് ഉണ്ടാവും. ഇച്ചിരി സ്ഥലമുള്ളൂ, എല്ലാവരുടെയും പരിഭവമായിരിക്കും കുറച്ച് സ്ഥലം ഉള്ളൂ, ഞങ്ങൾക്കൊന്നും നടാൻ സ്ഥലമില്ലാന്ന്. പക്ഷെ ഞങ്ങളിവിടെ എല്ലാം ചെടിച്ചട്ടിയിൽ കുറേ ഉണ്ട്. നല്ലതായിട്ട് നമുക്ക് ചെടിച്ചട്ടിയിൽ കിട്ടും. കറ്റാർ വാഴയ്ക്കൊക്കെ തണുപ്പ് മതി. നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് വെച്ചാൽ മതി. ഒരുപാട് വെള്ളം വേണ്ട ആവശ്യമില്ല. പിന്നെ കറ്റാർ വാഴ ഇച്ചിരി കൊണ്ട് നട്ടതേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയേ ഉള്ളൊരു ചെറിയ റൂട്ട് കൊണ്ട് നട്ടതാണ്. ഇതിപ്പോൾ തന്നെ ഇത്രയായി കണ്ട. അപ്പോൾ മാവുണ്ട്, മാവ് എല്ലാം ബഡ്ഡാ കേട്ടോ. ഇത് പേരയ്ക്ക വേണ്ട, പേരയ്ക്ക ആയി നിറച്ച് പൂത്തിട്ടുണ്ട് കേട്ടോ, നിറച്ച് പൂത്തു. ഇതെല്ലാം ബഡ്ഡായിരുന്നു. വേഗം വിളിക്കാനും വേഗം കഴിക്കാനും ഉള്ള ആ ഒരു ത്വര കാരണം ഞങ്ങൾ ബഡ്ഡാണ് വാങ്ങിച്ചത്. ബഡ് ഇപ്പോൾ ഇഷ്ടംപോലെ അവൈലബിൾ ആയിരിക്കില്ല. ഇതെല്ലാം നിറച്ച് പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. രാവിലെ കിളികളൊക്കെ വരും. പഴുത്തതുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, അത് കൊണ്ടുപോയി കിളി. പിന്നെ ഇതൊരു മാവ്, ഇതും ബഡ്ഡാണ്. നമുക്ക് ചെറിയ സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കുറേ, ഞാൻ ഇപ്പോൾ ചില യൂട്യൂബിൻ്റെ വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ടെറസിലൊക്കെ ഫാമിലൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ട്, ടെറസ് ഫാമിങ്. അപ്പോൾ നമുക്ക് ചെറിയ സ്ഥലമുള്ളെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ ആഗ്രഹത്തിനൊത്ത് നടാം. ഇപ്പോൾ GCCയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ ഉള്ള സ്പേസിൽ എല്ലാം നമ്മുടെ മുരിങ്ങ, അതുപോലെ നമ്മുടെ വാഴയൊക്കെ നടും. ഇനി ഇവിടെ എനിക്കൊരു വാഴയും കൂടെ നടണം. വാഴയിലയില്ല പൊതിച്ചോറ് കെട്ടാൻ. പിന്നെ ഇതൊരു ചെറിയാണ്. ഇത് ചെറിയ, ഇത് ഞങ്ങളുടെ സംഭാവനയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ജുവാൻകുട്ടൻ്റെ പ്ലേ സ്കൂളിൽ എൻവയോൺമെൻറ്റൽ ഡേക്ക് നട്ടതാണ്. 2 വയസ്സിൽ, അവനിപ്പം 6 വയസ്സായി. ഇത് ജുവാച്ചൻ്റെ സംഭാവനയാണ് വീട്ടിലേക്കുള്ളത്. പക്ഷേ ഇത് ചെടിച്ചട്ടിയിൽ വെച്ചതുകൊണ്ടാണ് വളരാനത് വലുതായിട്ട്. എൻ്റെ വീട്ടിൽ തറയിൽ നട്ട് അത് വലിയ മരമായിട്ട് നിറച്ചും ഇപ്രാവശ്യം ചെറിയിട്ടു. ഇതിൽ പൂത്തു, പക്ഷേ താഴെ 1-2 എണ്ണം വന്നതേ ഉള്ളൂ. പക്ഷെ വലുതായിട്ട് നമുക്കത് ഫ്രൂട്ടായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താ